ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്യശുദ്ധിയാണ്. നമ്മൾ കഴിഞ്ഞ 2 ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും PYQ ഡിസ്കസ് ചെയ്തപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമായിരുന്നു വാക്യശുദ്ധി എന്നുള്ളത് അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്താണ് ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സോ നമുക്ക് അതിൽ തെറ്റ് വരാതിരിക്കാൻ എങ്ങനെ നമുക്ക് തെറ്റില്ലാതെ കറക്റ്റ് ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ് അല്ലെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. സോ നമുക്ക് ഈ വാക്യശുദ്ധി എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ വാക്യശുദ്ധിയുടെ കുറച്ച് നിയമങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് 1 മാർക്ക് പോലും പോവാതെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ്. എന്താണ് കാര്യം? നമ്മൾ ആ നിയമം പഠിച്ചല്ലോ അല്ലെ. നമ്മൾ ആ നിയമം പഠിക്കാതെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിപ്പോയാൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ആ നിയമം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധ കൺഫ്യൂഷൻ വരാൻ ഒരു ചാൻസ് ഇല്ല അല്ലെ. അവിടെ നമുക്ക് അതിന്റെ കാര്യകാരണം എല്ലാം അറിയാമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ തെറ്റ് വരാൻ ഒരു വഴിയില്ല എന്നുള്ളതാണ് അല്ലെ. സോ നമുക്ക് വളരെ കൃത്യമായിട്ട് വാക്യശുദ്ധി എന്താണെന്ന് പഠിച്ചു പോകും. സോ വൺസ് അഗെയിൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം വാക്യശുദ്ധി. സോ എന്താണ് ഈ വാക്യശുദ്ധി? വാക്യത്തിൽ ഉണ്ടാകുന്ന തെറ്റ് അല്ലെ. വാക്യത്തിൽ തെറ്റുകൾ ഉണ്ടാകാം. ആ തെറ്റിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് PSC നമുക്ക് തരുന്ന ജോലി എന്ന് പറയുന്നത് അല്ലെ. സോ എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 4 നിയമങ്ങൾ നമുക്ക് പഠിക്കാമെന്ന് അല്ലെ. അപ്പൊ വാക്യത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് തെറ്റുകൾ കാണാം അല്ലെങ്കിൽ തെറ്റുകൾ വരാം, നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. വാക്യത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് തെറ്റുകൾ കാണാൻ സാധിക്കും? നമുക്ക് അതിനകത്ത് ആശയത്തിന് തെറ്റ് വരും അല്ലെ. ആശയത്തിന് തെറ്റ് വരും. അതുപോലെ പിന്നെ എങ്ങനെ തെറ്റ് വരും? വാക്കിന് തെറ്റ് വരും അല്ലെ. വാക്കിന് തെറ്റെന്നുള്ളതിന് കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ഭാഷയിൽ പറയാം, പദത്തിനുണ്ടാകുന്ന തെറ്റ് അല്ലെ. പദത്തിൽ ചിലപ്പോ തെറ്റ് വരും അല്ലെ. നമുക്ക് ഓരോ രീതിക്കും ഓരോരോ പേര് വെച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഭാഷ പ്രയോഗിക്കുമ്പോൾ പല വിധത്തിലുള്ള തെറ്റുകളും കടന്നുകൂടാറുണ്ട്. ഈ തെറ്റുകളെയാണ് അർത്ഥത്തെയും ആശയത്തെയും ബാധിക്കുകയും ചെയ്യും അല്ലെ. തെറ്റ് എന്തിനെ ബാധിക്കും? ആശയത്തെയും അർത്ഥത്തെയും ബാധിക്കും. ഏത് രീതിയിലുള്ള തെറ്റ് വാക്യത്തിൽ വന്നാലും ആശയത്തിനെയും അർത്ഥത്തെയും ബാധിക്കും. അങ്ങനെ വരുന്ന തെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാക്യശുദ്ധി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം എന്തൊക്കെ തെറ്റുകളാണ് വരുന്നത് എന്ന് അല്ലെ. ഒന്നാമത്തത് നമുക്ക് വരുന്നത് പൗനരുക്ത്യം എന്ന് പറയുന്നതാണ്. പൗനരുക്ത്യം അഥവാ പുനരുക്തി. എവിടെ എഴുതുവാണേ? പുനരുക്തി. രണ്ടാമത്തത് പദക്രമം. രണ്ടാമത് ഞാൻ ഇവിടെ ഒന്ന് പച്ചയാക്കുവാണ് കേട്ടോ. ശരി, ഓക്കെ. രണ്ടാമത്തെ നമുക്ക് വരുന്നത് പദക്രമം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പദക്രമഭംഗം എന്ന് പറയാം അല്ലെ. പദക്രമഭംഗം എന്ന് പറയാം. പദക്രമം എന്ന് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് അവിടെ ഒരു സ്ലാഷ് ഇട്ട് നമുക്ക് അവിടെ എഴുതി വെച്ചേക്കാം, പദക്രമഭംഗം എന്നുള്ളത് കേട്ടോ. അടുത്തത് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുച്ചയ വികല്പദോഷം എന്നുള്ളതാണ്. സമുച്ചയ വികല്പദോഷം. ഇനി ചിലടത്ത് സമുച്ചയ വികല്പദോഷം എന്ന് മാത്രമല്ല, സമുച്ചയ നിപാത വികല്പ ദോഷം എന്നും വരാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഈ നിപാതം എന്ന് പറയുന്നത് എന്താണ്, വികല്പം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് അതിലോട്ട് വരാം കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വിലക്ഷണ പ്രയോഗം എന്ന് പറയുന്നതാണ്. വിലക്ഷണ പ്രയോഗം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ലക്ഷണം, ഇപ്പൊ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നല്ലേ, ലക്ഷണം ഒത്തത് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ വിലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്ഷണ പ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കേണ്ട രീതിയിൽ അല്ല അത് പ്രയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞാണേ. അപ്പൊ പദദോഷം, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പദദോഷം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. വാക്യശുദ്ധിയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് പുനരുക്തിയാണ്, അല്ലെങ്കിൽ പൗനരുക്ത്യം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദക്രമം അല്ലെങ്കിൽ പദക്രമഭംഗം എന്നുള്ളതാണ്. പദത്തിന്റെ ക്രമത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവിടെയാണ് ആ തെറ്റ് വരുന്നത് അല്ലെ. മൂന്നാമത്തേത് സമുച്ചയ നിപാത വികല്പ ദോഷം, അല്ലെങ്കിൽ സമുച്ചയ വികല്പ ദോഷം എന്ന് നമ്മൾ പറയും. നാലാമത്തേത് വിലക്ഷണ പ്രയോഗം എന്ന് പറയുന്നതാണ്, അഥവാ പദദോഷം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നോക്കാം നമുക്കിനി ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൗനരുക്ത്യം എന്ന് പറയുന്നതാണ്. ഞാൻ നേരത്തെ എഴുതിയ പോലെ ഇവിടെ ഒന്നുകൂടെ എഴുതുവാണേ, പുനരുക്തി എന്ന് എഴുതുവാണേ, പുനരുക്തി. എന്തായി പുനരുക്തി എന്ന് പറയുന്നത്? ഭാഷ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ദോഷമാണ് ഇത്. അതായത് ഇപ്പൊ ഈ ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഡെയിലി ഉള്ള സംസാരത്തിൽ പോലും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫസ്റ്റ് ദോഷമാണ് ഈ പുനരുക്തി എന്ന് പറയുക. എന്താണ്? ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയുക, ആവർത്തിക്കുക എന്നുള്ളതാണ്. ആവർത്തിക്കുക, അതായത് ഒരു അർത്ഥം വീണ്ടും ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ്. ഞാൻ അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, വീണ്ടും പറയുക എന്നതാണ് അർത്ഥം. വീണ്ടും പറയുക എന്നതാണ് അർത്ഥം. ക്ലിയർ അല്ലേ? വീണ്ടും പറയുക എന്നതാണ് അർത്ഥം. ഒരു പദമോ ഒരു ആശയമോ വാക്യത്തിൽ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷമാണ് പുനരുക്തി അഥവാ പൗനരുക്ത്യം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലാസ് കാണുന്ന സമയത്ത് ജസ്റ്റ് ഒരു പേപ്പറും പേന എടുത്തു വെച്ചേക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം നോട്ട് അവിടെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അടുത്തത് പൗനരുക്ത്യം അഥവാ എന്താണ്? ഞാൻ നേരത്തെ പോലെ പുനരുക്തി എന്നൊരു വാക്കും കൂടി ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുനരുക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കുള്ള കാര്യം. നമ്മൾ പൗനരുക്തിയോ ആണല്ലോ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കില്ല, രണ്ടും ഒന്നാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി 2 തരം പൗനരുക്ത്യങ്ങളുണ്ട്. ഏതൊക്കെ തരമാണ്? ശബ്ദ പൗനരുക്ത്യവും അർത്ഥ പൗനരുക്ത്യവും. ക്ലിയർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? ഒരു പദമോ ആശയമോ. അപ്പം പദത്തിനാണ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ആവർത്തനം വരുന്നതെങ്കിൽ അത് ശബ്ദ പൗനരുക്ത്യത്തിൽ വരും. ആശയത്തിലാണ് ആവർത്തനം വരുന്നതെങ്കിൽ അത് എവിടെ വരും? അർത്ഥ പൗനരുക്ത്യത്തിൽ വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, മനസ്സിലായോ നോക്കിയേ. ഇത്രയാണ് നമുക്ക് പൗനരുക്ത്യത്തിൽ ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ പറയാനുള്ളത്. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാം. എന്താണ് ഈ ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പദത്തിന്റെ ആവർത്തനമാണെങ്കിൽ അതിനെ ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, സമാനാർത്ഥമുള്ള വാക്ക് ആവർത്തിക്കുമ്പോഴാണ് ശബ്ദ പൗനരുക്ത്യം ഉണ്ടാകുന്നത്. ആ പറയുന്ന നിയമം അവിടെയാണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ്? ഒരേ അർത്ഥം വരുന്ന പദം വീണ്ടും വീണ്ടും ഒരു വാക്യത്തിൽ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്? അത് പൗനരുക്ത്യമാണ്. എന്ത് പൗനരുക്ത്യം? ശബ്ദ പൗനരുക്ത്യം. ശബ്ദ പൗനരുക്ത്യം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അവിടെ ഏകദേശം 1000-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 1000-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. എന്താണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ്? ഒരു എണ്ണം പറയുക എന്നുള്ളതാണ്. 1000-ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് എണ്ണം തന്നെയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണ്ട? അവിടെ 1000-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഇത്രയും മതി അല്ലേ? അവിടെ 1000-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഇത്രയും പോരെ? അപ്പൊ കറക്റ്റ് ആവത്തില്ലേ? കറക്റ്റ് ആവും. അതല്ലേ അവിടുത്തെ പൗനരുക്ത്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ടായിരുന്നു. ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ടായിരുന്നു. നിത്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും എന്നുള്ള അർത്ഥമാണ്. പതിവായി എന്ന് വെച്ച് കഴിഞ്ഞാലും എന്നും എന്നുള്ള അർത്ഥമല്ലേ? അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് പോരെ? ഏതെങ്കിലും ഒന്ന് പോലെ. ഒന്നുകിൽ നിത്യം എന്ന് വേണം, അല്ലെങ്കിൽ പതിവ് എന്നുള്ളത് വേണം അല്ലെ? ഏതെങ്കിലും ഒന്ന് പോരെ? പതിവ്. ഇതിലേതെങ്കിലും ഒന്ന് പോരെ? എടാ മനസ്സിലായോ? ഇതാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുന്നത്. നിങ്ങൾ സെന്റൻസ് കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ആ വാക്യത്തില് ഒരേ അർത്ഥം വരുന്ന 2 പദങ്ങൾ ഒരുപോലെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ശബ്ദ പൗനരുക്ത്യത്തിലാണ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയുവാണ്. എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്നത് എന്റെ പതിവായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ച തോറും എന്ന് വേണ്ട അല്ലെ? എല്ലാ തിങ്കളാഴ്ചയും തിങ്കളാഴ്ച തോറും എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. എല്ലാ തിങ്കളാഴ്ചയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്ന? എല്ലാ തിങ്കളാഴ്ചകളും എന്നാണ്. തിങ്കളാഴ്ച തോറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങളിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും എന്നുള്ള അർത്ഥം തന്നെയാണ് അല്ലെ? അപ്പൊ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാറുണ്ട്, അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി അല്ലെ? അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. എല്ലാ തിങ്കളാഴ്ച തോറും
എന്നുള്ളത് വേണ്ട, എല്ലാം തോറും. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോവാം. എന്താണ് അർത്ഥപൗനരുക്ത്യം എന്നുള്ളത്? അർത്ഥപൗനരുക്ത്യം എന്നുള്ളത് ഒരിക്കൽ പറഞ്ഞതോ പറയാതെ സിദ്ധിക്കുന്നതോ ആയ കാര്യം എടുത്ത് പറയുന്നതാണ് അർത്ഥപൗനരുക്ത്യം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. മുഖ്യമന്ത്രി തന്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. അത്രയും മതി. അതൊരു പെർഫെക്റ്റ് സെന്റൻസ് ആണ് അല്ലെ? മുഖ്യമന്ത്രി തന്റെ ഭാര്യയോടൊപ്പം എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം അവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫുമായിട്ടാണ് അവിടേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ? അപ്പോ അതിന്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി തന്റെ ഭാര്യയോടൊപ്പം എന്ന് പറയേണ്ട ഒരു സ്പെസിഫിക്കേഷൻ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ? അതാണ്. അപ്പൊ ഈ തന്റെ എന്നുള്ളത് എന്താണ് അവിടെ വേണ്ട. അതാണ് അവിടുത്തെ എന്താ അർത്ഥപൗനരുക്ത്യം എന്ന് പറയുന്നത്. ആ തന്റെ എന്നുള്ളത് അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ സെന്റൻസ് കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ നോക്കിയേ. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത ദുഃഖിക്കുകയാണ് നമ്മൾ. എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത ദുഃഖിക്കുകയാണ് നമ്മൾ. ഭാവിയെ പറ്റി എന്നുള്ളത് വേണ്ട അല്ലെ? ഭാവിയെ ഓർത്തെന്ന് മാത്രം മതി. ഭാവിയെ പറ്റി എന്നുള്ളത് വേണ്ട. ഭാവിയെ എന്ന് പറയുമ്പോഴേ എന്താണ്? ഫ്യൂച്ചറിനെ എന്നുള്ളതാണ് അവിടെ വന്നു കഴിഞ്ഞു അല്ലെ? പിന്നെ അതിനെ പറ്റി എന്നുള്ളത് രണ്ടാമത് ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. ഭാവിയെ ഓർത്ത് ദുഃഖിക്കുകയാണ്, അത്രയും മാത്രം പറഞ്ഞാൽ മതി. ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണെന്ന് വേണ്ട. ക്ലിയർ അല്ലേ? അപ്പോ ശബ്ദ പൗനരുക്ത്യവും അർത്ഥ പൗനരുക്ത്യവും ക്ലിയർ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കാണ്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങള്. ഇതാണ് നമുക്ക് വാക്യശുദ്ധിയിൽ ആദ്യം പഠിക്കാനുള്ള നിയമം. പുനരുക്തി അഥവാ പൗനരുക്ത്യം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ശബ്ദ പൗനരുക്ത്യം, അർത്ഥ പൗനരുക്ത്യം എന്ന, അല്ലെങ്കിൽ ശബ്ദ പുനരുക്തി, അർത്ഥ പുനരുക്തി എന്ന് തിരിച്ചിരിക്കുന്നു. ശബ്ദത്തിന് വീണ്ടും റെപ്പറ്റീഷൻ വരുന്നെങ്കിൽ അത് ശബ്ദ പൗനരുക്ത്യം. അർത്ഥമോ ആശയമോ ആണ് വീണ്ടും റെപ്പറ്റീഷൻ ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് അർത്ഥ പൗനരുക്ത്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നിയമത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത നിയമമാണ് പദക്രമം. പദക്രമം അല്ലെങ്കിൽ എന്താണ്? പദക്രമഭംഗം. പദക്രമം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ലാഷ് ഇടാം. എന്താണ്? പദക്രമഭംഗം എന്ന് നമുക്ക് എഴുതാം കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു പദക്രമഭംഗം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു വാക്യത്തിലെ, അതായത് നമുക്കറിയാം നമ്മുടെ ഒരു വാക്യം അല്ലെങ്കിൽ നമുക്കൊരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ ആ സെന്റൻസ് വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ? എങ്ങനെയായിരിക്കണം? കർത്താവ്, കർമ്മം, ക്രിയ, ഇത്രയും ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കണം അല്ലെ? അത് എവിടെയെങ്കിലും വന്നാ മതിയോ? എവിടെയെങ്കിലും വന്നാ പോരാ അല്ലെ? വളരെ ക്ലിയർ ആയിട്ട് കർത്താവ്, കർമ്മം, ക്രിയ, ആ ഒരു സ്ട്രക്ചേർഡ്, അതാണ് സ്ട്രക്ചേർഡ് സെന്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ നമുക്ക് വരണം അല്ലെ? അപ്പോ അങ്ങനെ അല്ലാത്ത സെന്റൻസ് ഉണ്ടെങ്കിൽ പദത്തിന്റെ ക്രമത്തിന് വ്യത്യാസം. ഓർത്തു വയ്ക്കുക, പദത്തിന്റെ ക്രമത്തിന് വ്യത്യാസം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കത്തില്ലേ? അത് ഓർമ്മിച്ചാൽ മതി. ക്ലിയർ ആണോ? കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ നിന്ന് വ്യത്യാസപ്പെട്ട് വരികയാണെങ്കിൽ അത് പദക്രമത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ പദക്രമ ഭംഗത്തിന് ഉദാഹരണമാണ്. നോക്കിയേ, ഒരു വാക്യത്തിലെ കർത്താവ്, കർമ്മം, ക്രിയ എന്ന പദക്രമത്തെ തെറ്റിക്കുന്നതാണ് പദക്രമം. ഓർത്തു വെച്ചേക്കണേ, ഒരു വാക്യത്തിലെ കർത്താവ്, കർമ്മം, ക്രിയ അവയെ തെറ്റിക്കുന്നതാണ് എന്ത്? പദക്രമം എന്ന് പറയുന്നത്. നോക്കിയേ, മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. ഇവിടെ നമുക്ക് എഴുതാനുള്ളത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്നാണ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം എന്താണ് ആദ്യം? കർത്താവാണ് വരേണ്ടത്. കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു. അതാണ് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ, വൃത്തികെട്ട സുരേഷിന്റെ കൈപ്പട വായിക്കാൻ പ്രയാസമാണ്.
വൃത്തികെട്ട സുരേഷിന്റെ എന്ന് പറയുമ്പം സുരേഷിന് കൊടുക്കുന്ന ഒരു വിശേഷണമാണ് വൃത്തികെട്ടത് എന്നുള്ളത്. അദ്ദേഹം വൃത്തികെട്ടത് എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. അത് അങ്ങനെയാണോ ആ സെന്റൻസ് വരേണ്ടത്? അങ്ങനെയല്ല ആ സെന്റൻസ് വരേണ്ടത്. എങ്ങനെയാണ്? സുരേഷിന്റെ കൈപ്പട, അതായത് ഹാൻഡ് റൈറ്റിംഗ് ആണ് വൃത്തികെട്ടത്, മോശമായത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി തരേണ്ടത്. അതിന് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ കൂടെ അതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലെ. അവിടെ അങ്ങനെയല്ല എഴുതേണ്ടത് അല്ലെ. അപ്പൊ ഈ വാക്ക് ഇവിടെ വന്നതാണ് തെറ്റ് അല്ലെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് സുരേഷിന്റെ വൃത്തികെട്ട കൈപ്പട വായിക്കാൻ പ്രയാസമാണ്. ക്ലിയർ അല്ലേ? സുരേഷിന്റെ വൃത്തികെട്ട കൈപ്പട വായിക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ക്ലിയർ ആയി സെന്റൻസ്. അപ്പൊ എന്താണ് വൃത്തികെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈപ്പടയാണ് വൃത്തികെട്ടത് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയല്ലേ. അതാണ് അവിടെ ക്ലിയർ ആയിട്ടുള്ളത്. കിഴക്ക് സൂര്യൻ ഉദിച്ചു, കാര്യം നമുക്ക് മനസ്സിലായി, കിഴക്ക് സൂര്യൻ ഉദിച്ചു അല്ലെ. പക്ഷേ സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആണോ? അല്ല. സൂര്യൻ കിഴക്ക് ഉദിച്ചു അല്ലെ. കർത്താവ്, കർമ്മം, ക്രിയ അല്ലെ. സൂര്യൻ കിഴക്ക് ഉദിച്ചു എന്നുള്ളതാണ് അല്ലെ. ഇവിടെ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? സൂര്യൻ കിഴക്ക് ഉദിച്ചു. ഇതല്ലേ കറക്റ്റ് സെന്റൻസ്? ഇതല്ലേ കറക്റ്റ് സെന്റൻസ്? സോ ഇതാണ് പദക്രമം അല്ലെങ്കിൽ പദക്രമ ഭംഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുനരുക്തി പഠിച്ചു, പൗനരുക്ത്യം അല്ലെ, അഥവാ പൗനരുക്ത്യം അല്ലെ, അത് പഠിച്ചു. എന്താണ്? ശബ്ദ പൗനരുക്ത്യം പഠിച്ചു, അർത്ഥ പൗനരുക്ത്യം പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് പദക്രമമാണ്. പദക്രമ ഭംഗം എന്ന് പറയപ്പെടുന്നു. എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. ഇനിയിപ്പം നമുക്ക് അടുത്തതിലോട്ട് പോവാം. സമുച്ചയ വികൽപ ദോഷം. എന്താണ് സമുച്ചയ വികൽപ ദോഷം? നോക്കാടാ, സമുച്ചയ വികൽപ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നമ്മൾ എന്താണ് നിപാതം കൂടി ചേർത്ത് എഴുതും എന്ന് പറഞ്ഞല്ലേ. എന്തോ പറഞ്ഞു? സമുച്ചയ നിപാത വികൽപ ദോഷം എന്ന് എഴുതും എന്ന് പറഞ്ഞു അല്ലെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കൽ എന്നാണ് അർത്ഥം. കൂട്ടിച്ചേർക്കൽ എന്നാണ് സമുച്ചയത്തിന്റെ അർത്ഥം. ക്ലിയർ ആണോ? ഇനി എന്തൊക്കെ തമ്മിൽ കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ്. അപ്പോ ഒന്നെങ്കിൽ വികൽപ്പം. വികൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ, നിപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. താഴെ നോക്കിക്കോ, രാമനും കൃഷ്ണനും. ഇതെന്തുവാ? നിപാതമാണ് അല്ലെ. രാമനും കൃഷ്ണനും അല്ലെ. ഒന്ന് രാമനോ കൃഷ്ണനും എന്ന് വരോ? ഇല്ല. എന്താണ്? ഒരിടത്ത് രാമനും എന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത വാക്കും എന്ത് തന്നെ ആയിരിക്കണം? നിപാതത്തിൽ തന്നെ ആയിരിക്കണം. ക്ലിയർ അല്ലേ? രാമനോ കൃഷ്ണനും എന്ന് പറയത്തില്ല. ഒന്നുകിൽ രാമനും കൃഷ്ണനും അല്ലെങ്കിൽ രാമനോ കൃഷ്ണനോ എന്നുള്ളത് വരണം. രണ്ടും ഒരേപോലെ ചേർക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ വികൽപ്പം എന്ന് പറയുന്നത് ഓ ചേർത്ത് വരുന്നതും നിപാതം എന്ന് പറയുന്നത് ചേർത്ത് വരുന്നതുമാണ്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. താഴെ എഴുതിയിരിക്കുന്നത് എന്തുവാ? രാമൻ ലക്ഷ്മണൻ കാട്ടിൽ പോയി. സെന്റൻസിന് ഒരു ക്ലാരിറ്റി ഉണ്ടോ? സെന്റൻസിന് ഒരു ക്ലാരിറ്റി ഉണ്ടോ? ഇല്ല. ഒന്നുകിൽ രാമനും എന്താണ്, ഒന്നുകിൽ എന്നല്ല, അങ്ങനെ വരത്തുള്ളൂ അല്ലെ. രാമനും, ഞാൻ എഴുതുവാണേ ഇവിടെ, രാമനും ലക്ഷ്മണനും കാട്ടിൽ പോയി. ഇതല്ലേ കറക്റ്റ് ആൻസർ? ക്ലിയർ അല്ലേടാ? മനസ്സിലായോ? സമുച്ചയ നിപാത വികൽപ ദോഷം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായോ? രാമനും ലക്ഷ്മണനും കാട്ടിൽ പോയി എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ മൂന്നാമത്തെ കാര്യവും പഠിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ നിയമവും നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അന്നേരം നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. പൗനരുക്തി അല്ലെങ്കിൽ പൗനരുക്ത്യം അല്ലെങ്കിൽ പുനരുക്തി എന്ന് പറയുന്ന ആദ്യത്തെ നിയമം. രണ്ടാമത്തേത് പദക്രമം അല്ലെങ്കിൽ പദക്രമ ഭംഗം എന്നുള്ളതാണ്. നമ്മൾ മൂന്നാമത് പഠിച്ചത് സമുച്ചയ വികൽപ ദോഷം അഥവാ
സമുച്ചയ നിപാത വികൽപ്പ ദോഷം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോർത്ത് വൺ നമ്മൾ പഠിക്കുവാണ്. ആദ്യം ഓർമ്മയുണ്ടോ? ഫോർത്ത് വൺ ഏതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? വിലക്ഷണ പ്രയോഗമാണ് അല്ലെ? വിലക്ഷണ പ്രയോഗം. വിലക്ഷണ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റായ പദപ്രയോഗം. തെറ്റായ പദപ്രയോഗം. എങ്ങനെയൊക്കെ പദത്തിന് തെറ്റ് സംഭവിക്കാം? അക്ഷരത്തെറ്റ് സംഭവിക്കാം അല്ലെ? അക്ഷരത്തെറ്റ് സംഭവിക്കാം, അർത്ഥ ചേർച്ചയില്ലാതെയും വരാം അല്ലെ? അക്ഷരത്തെറ്റും സംഭവിക്കാം, അർത്ഥ ചേർച്ച ഇല്ലായ്മയും വരാം അല്ലെ? ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ വിലക്ഷണ പ്രയോഗം വരുന്നത്. നോക്കാമോ നമുക്ക്? ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തെറ്റാണ്. ഓൾവേസ് നമ്മൾ പറയുന്നത് എന്താണ്? ഹാർദമായി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കലും ഹാർദവമായി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രയോഗം അല്ല. ക്ലിയർ അല്ലേ? ഇതാണ് വിലക്ഷണ പ്രയോഗം. അപ്പം എന്താണ്? പദത്തിനുണ്ടായ തെറ്റ് അല്ലെ? എങ്ങനെ തെറ്റ്? പദം അക്ഷരത്തെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ് അല്ലെ? പദത്തിൽ വരുന്ന തെറ്റാണ്, അക്ഷരത്തെറ്റ് ഉണ്ട് അല്ലെ? സോ അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ വരുന്നതിനെയാണ് വിലക്ഷണ പ്രയോഗം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എടാ, ഇനി ഞാൻ ആക്ച്വലി ഇവിടെ നമുക്ക് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. 4 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇതല്ലാതെ നമുക്കൊരു 3 കാര്യങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചിരിക്കാനുണ്ട്. എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയുടെ പ്രയോഗമാണ്. ഗതിയുടെ പ്രയോഗം. ഗതിയുടെ പ്രയോഗം ഞാൻ ഇവിടെ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഗതിയുടെ പ്രയോഗം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടി ഒരു തന്നെ കൊണ്ട്. ഇവ ആവശ്യമില്ലാതെ പ്രയോഗിക്കുന്നത്. മനസ്സിലായോ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടി ഒരു തന്നെ കൊണ്ട്. ഇത്രയും കാര്യങ്ങള് വെറുതെ ആവശ്യമില്ലാതെ എന്താണ് സെന്റൻസുകളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് അത് ഈ പറയുന്ന പോലെ വാക്യശുദ്ധിയാണ്. വാക്യത്തിന് ശുദ്ധീകരണം അല്ലാത്തൊരു രീതിയാണ്. നോക്കാം നമുക്ക് സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഇവിടെ എഴുതുവാണേ. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. ഫസ്റ്റ് സെന്റൻസ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എഴുതുന്നത്. പാടുന്നത്, നോക്കിയേ, പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. ക്ലിയർ അല്ലേ? ആക്ച്വലി ഇവിടെ ശരിക്കും ഈ പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം എന്നുള്ളത് ഈ അവൾക്കും കൂടി എന്നിവിടെ വേണോ? ഇത് തെറ്റാണ്, തെറ്റാണ് അല്ലെ? അവൾക്കും കൂടി എന്നുള്ളത് ഇവിടെ വേണ്ട അല്ലെ? പാടുന്നത് അവൾക്ക് കേൾക്കാം. ഇതല്ലേടാ ശരിയായിട്ടുള്ളത്? ഇതല്ലേ ശരിയായിട്ടുള്ളത്? പാടുന്നത് അവൾക്ക് കേൾക്കാം, ഇതല്ലേ ശരിയായിട്ടുള്ളത്? പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം എന്ന് അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ കൂടി എന്നുള്ളതിന്റെ ഒരു ആ ഗതിയുടെ പ്രയോഗം അവിടെ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ? അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിക്കേ, അടുത്ത സെന്റൻസ്, അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്തുവാന്ന്? സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ റൂൾസ് എഴുതിയ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ കൂടി ഒരു തന്നെ കൊണ്ട് ഇവ ആവശ്യമില്ലാതെ ആവർത്തിക്കാൻ പാടില്ല എന്നായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലയോ? നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ തന്നെ കൊണ്ട്, ദാ നോക്കിക്കേ, കൊണ്ട് തന്നെ, ഇതാ ഇവിടെ ആവശ്യമില്ലാതെ റെപ്പറ്റീഷൻ വന്നില്ലേ? അത് തെറ്റല്ലേ? അത് തെറ്റാണല്ലേ? അങ്ങനെ ആണെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ വരും? സ്നേഹിതനാണെന്ന്
സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല. കണ്ടോ? ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമുക്ക് ആദ്യമായിട്ട് എന്താണ് നമ്മുടെ റൂൾസിന്റെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാനുള്ളത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു തരുവാണേ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാൽ, എന്നിട്ട്, പക്ഷേ, എന്തെന്നാൽ ഈ പറയുന്ന സെന്റൻസ്, ഈ പറയുന്ന വാക്കുകളും ആവർത്തിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരുവാണ്. നോയിക്കോ. നോക്കിയടാ, ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, പക്ഷേ രാമുവിന് മാത്രം സിനിമ ഇഷ്ടമായില്ല. നോക്കിയേ, ഇവിടെ രാമുവിന് മാത്രം സിനിമ ഇഷ്ടമായില്ല. നോക്കിയടാ, ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, എന്നാൽ രാമുവിന് മാത്രം ഇഷ്ടമായില്ല എന്നുള്ളത് നോക്കിയേ, അവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, രാമുവിന് മാത്രം ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണല്ലേ. ഇവിടെ എന്നാൽ എന്നുള്ള വാക്ക് ഇവിടെ വേണ്ട അല്ലെ. എന്നാൽ എന്നുള്ള വാക്ക് ഇവിടെ വേണ്ട, അത് തെറ്റാണ് അല്ലെ. അങ്ങനെ അല്ലാതെ എഴുതുന്നതാണ് സെന്റൻസ് ശരിയായിട്ടുള്ളത് അല്ലെ. എന്നാൽ ലാസ്റ്റ് കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുവാണ്. ഇവിടെ നോക്കാനുള്ളത് എന്നാൽ, എന്നിട്ട്, പക്ഷേ, എന്തെന്നാൽ, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരുവാണെങ്കിൽ എന്താണ് ആ സെന്റൻസ് തെറ്റാണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് PYQ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ള സംഖ്യാശബ്ദങ്ങൾ വരുമ്പോൾ ചില റൂൾസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. സംഖ്യാശബ്ദങ്ങൾ വരുമ്പോഴേ നോക്കിക്കോളൂ. സംഖ്യാശബ്ദങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാ ശബ്ദങ്ങൾ വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആണ് എടാ. എക്സാമ്പിൾ നമുക്ക് നോക്കാവേ. എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. ഇവിടെ എനിക്ക് 5 പുസ്തകങ്ങൾ എന്ന് വേണോ? 5 പുസ്തകം എന്ന് പോരെ? എനിക്ക് 5 പുസ്തകം എന്ന് പോലെ. 5 എന്ന് പറയുമ്പോ തന്നെ ഒരെണ്ണത്തിൽ കൂടുതലാണ്, ഒന്നിൽ കൂടുതലാണ്, അവിടെ തന്നെ പ്ലൂറൽ ആണ് അല്ലെ, ബഹുവചനമാണ്. പിന്നെ വീണ്ടും അതൊരു ബഹുവചനമാക്കി എഴുതേണ്ടതുണ്ടോ? ഇല്ല. അതാണ് സംഖ്യാശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കാനുള്ള കാര്യം. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ഇവിടെ ഓർത്തു വെച്ചിരിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് ക്രോഡീകരിച്ച് പറയുവാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടിപ്പ് പോലെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, പിന്നെ പറയേണ്ടത് ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുവാണ്. ഓരോ എന്ന് വന്നാ പിന്നെ അടുത്തത് ഏകവചനം മാത്രമേ വരുള്ളൂ. ഏകവചനം ഓർമ്മയില്ലേ? ഓർത്തു വെച്ചിട്ടുണ്ടോ? ഏകവചനം മാത്രമേ വരുള്ളൂ കേട്ടോ. അതും കൂടി ഓർമ്മിച്ച് വെക്കണേ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സംഖ്യാശബ്ദങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ച് വയ്ക്കാനുള്ളത്. ക്ലിയർ അല്ലേ?
ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എഴുതിയിട്ടേക്കാവേ. തെറ്റ് എന്താണ് ശരിയായിട്ടുള്ളത്? ഓരോ കുട്ടിയും, ഇതാണ് ശരിയായിട്ടുള്ളത്. ഓരോ കുട്ടിയും, ഇതാണ് ശരിയായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിച്ച് വെക്കാനുള്ളത്. സോ നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞു വന്നിരുന്നത്? നമുക്ക് വാക്യശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യത്തിനുണ്ടാവുന്ന എന്താണ് തെറ്റുകളാണ് നമ്മൾ പറഞ്ഞു. 4 എണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പുനരുക്തി അഥവാ പൗനരുക്ത്യം എന്ന് പറയുന്നു. രണ്ടാമത്തത് പദക്രമം അഥവാ പദക്രമഭംഗം എന്ന് പറയുന്നു. നാലാമത്തത് സമുച്ചയ വികല്പദോഷം അല്ലെങ്കിൽ സമുച്ചയ നിപാത വികല്പദോഷം എന്ന് പറയുന്നു. എടാ നമ്മൾ വാക്യശുദ്ധിയിൽ പഠിച്ചത് 4 കാര്യങ്ങളാണ്. വാക്യശുദ്ധിയിൽ ആ 4 നിയമങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഓർത്തു വെക്കാനുള്ളത്. പുനരുക്തി അഥവാ പൗനരുക്ത്യം, പദക്രമം അഥവാ പദക്രമഭംഗം, മൂന്നാമത് സമുച്ചയ വികല്പദോഷം അഥവാ സമുച്ചയ നിപാത വികല്പദോഷം, നാലാമത് നമ്മൾ പഠിച്ചത് വിലക്ഷണ പ്രയോഗം. അത് കൂടാതെ നമ്മൾ 3 എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂടി, പക്ഷേ, കൊണ്ട്, തന്നെ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആവർത്തനം വരാൻ പാടില്ല എന്നുള്ളത്. പിന്നെ എന്നിട്ട്, എന്തെന്നാൽ, ഇത്തരത്തിലുള്ള വാക്യങ്ങളും എന്താണ് ആവർത്തനം വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല, അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാശബ്ദങ്ങൾ വരുന്ന സമയത്ത് ഇപ്പൊ 5 പുസ്തകങ്ങൾ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. 5 പുസ്തകം എന്ന് പറഞ്ഞാൽ മതി. 10 കുട്ടി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ തന്നെ നമ്മൾ പറയുന്ന ഓരോ കഴിഞ്ഞു, ഓരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ തിങ്കളാഴ്ചകളും എന്ന് പറയണ്ട, ഓരോ തിങ്കളാഴ്ചയും എന്ന് പറഞ്ഞാൽ മതി. ഓരോ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഏകവചനം മാത്രമേ വരുള്ളൂ. പക്ഷേ സംഖ്യാശബ്ദം വന്നു കഴിഞ്ഞാലോ അടുത്ത ബഹുവചനമാണ് വരിക. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. നമ്മൾ പഠിച്ചതെല്ലാം ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വന്നത് അല്ലെ. ഇനി നിങ്ങളോട് എനിക്ക് പറയാനാണെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ BYQ സെഷൻസും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ടാണ് നമ്മൾ പഠിച്ചു പോവേണ്ടത്. ആ പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പഠനം തുടരുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്കായിട്ട് ഡിഗ്രി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്നും കൂടെ അതിൻ്റെ ഒരു ഓഫർ, ഇന്ന് ബാച്ച് ക്ലോസ് ചെയ്യുവാണ്. സോ ഇതുവരെയും ആരും എന്താണ് ആ ഒരു ബാച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം 20% ഓഫോടുകൂടി ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണെന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് ആ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും, എന്ത് പ്രശ്നങ്ങളാണെങ്കിലോ എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലോ മനസ്സിലാക്കാൻ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ എഴുതിയ ഈ നോട്ട്സ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ എഴുതിയ അനോട്ടഡ് നോട്ട്സ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അവിടെ ഇതിന്റെ PDF കിട്ടുന്നതാണ് കേട്ടോ. സോ മക്കളെ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ ഗ്രാമർ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു പോർഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിരിക്കുകയാണ്. ഇനി നമുക്ക് വാക്യശുദ്ധിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കില്ല, നിങ്ങൾക്ക് മാർക്ക് പോവില്ല. സോ അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.